ഗൾഫ് പര്യടനത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചു എന്ന് 24 വാർത്ത മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു. ഈ മാസം 16-ന് ബഹ്റൈനിൽ നിന്ന് പര്യടനം ആരംഭിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേൾക്കാം ആദ്യം. എപ്പോഴും നമ്മൾ ശുഭപ്രതീക്ഷയല്ലേ വെക്കേണ്ടത്. ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് ശരിയാണ്. അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിട്ടുമോ കിട്ടൂലേ എന്നുള്ളതല്ലേ പ്രശ്നം. കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കാം നമുക്ക്. അങ്ങനെയൊരു നിലപാടെടുത്തില്ലെങ്കിൽ അവരല്ലേ വ്യക്തമാക്കുന്നത്. ഞാൻ കണക്കാക്കുന്നത് അനുമതി ലഭിക്കുമെന്നാണ്. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇതിനു മുൻപ് നമ്മൾ ഈ പ്രളയം കഴിഞ്ഞൊക്കെ ഉള്ള ഘട്ടത്തിൽ ഇതുപോലെ തന്നെ കേട്ടതാണ്. അന്ന് പക്ഷെ വിദേശ സഹായം അങ്ങനെ സ്വീകരിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ളൊരു കാരണമൊക്കെ ചൂണ്ടിക്കാട്ടി അനുമതി നിഷേധിച്ചു എന്ന് കേട്ടിരുന്നു. ഇവിടെ ഇപ്പോൾ എന്താണ് പ്രശ്നം എന്നതാണ് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് അനുമതി നിഷേധിച്ചു എന്നുള്ളത് അത് ഇതുവരെ പക്ഷേ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ശുഭപ്രതീക്ഷയിലാണ് മുഖ്യമന്ത്രി. അനുജ, ഈ മാസം 16 മുതൽ നവംബർ 9 വരെ നീണ്ടു നിൽക്കുന്ന 3 ആഴ്ചത്തെ പര്യടനമാണ് മുഖ്യമന്ത്രി ഗൾഫ് രാജ്യങ്ങളിൽ നടത്തുന്നത്. ബഹ്റൈനിൽ നിന്ന് ആരംഭിച്ച് അബുദാബിയിൽ സമാപിക്കുന്ന തരത്തിലാണ് പര്യടനം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പര്യടനത്തിനാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടിയത്. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക യാത്രയ്ക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി വേണം. എന്നാൽ ഈ അനുമതി വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചിരിക്കുകയാണ്. അനുമതി നിഷേധിച്ചതിന് പ്രത്യേക കാരണങ്ങളൊന്നും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കാരണങ്ങളാലാണ് അനുമതി നിഷേധിക്കുന്നത് എന്ന അനുമാനത്തിലാണ് സർക്കാരും മറ്റുമുള്ളത്. സർക്കാരിന് ഔദ്യോഗികമായി ഈ അനുമതി നിഷേധിക്കുന്ന അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു. എങ്കിലും അനുമതി ലഭിക്കാനുള്ള സമ്മർദ്ദം ഉദ്യോഗസ്ഥലത്തിലും മറ്റും തുടരുകയാണ്. ഡൽഹിയിലുള്ള മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും ഈ അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷ മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നതിന് കാരണവും അതാണ്. നേരത്തെ അഞ്ച് സൂചിപ്പിച്ച പോലെ പ്രളയകാലത്തും ഒപ്പം തന്നെ മറ്റ് ക്രൗഡ് ഫണ്ടിംഗ് പോലുള്ള പരിപാടികൾക്കുമായി മുഖ്യമന്ത്രി വിദേശ രാജ്യത്ത് പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ അനുമതി തേടിയപ്പോൾ അന്നും ഈ സമാനമായ രീതിയിൽ അനുമതി നിഷേധിച്ചിരുന്നു. അന്ന് ചില കാരണങ്ങൾ വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ ഗൾഫ് പര്യടനത്തിന് എന്തുകൊണ്ടാണ് അനുമതി നിഷേധിച്ചെന്ന കാര്യം വ്യക്തമല്ല. തിരഞ്ഞെടുപ്പ് വർഷമാണ്. അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാണോ മുഖ്യമന്ത്രി പോകുന്നത് എന്ന സംശയം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ ഖത്തർ പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ, ഇസ്രായേലുമായിട്ടുള്ള സംഘർഷത്തിന് ശേഷമുള്ള പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങൾ കൂടി കണക്കിലെടുത്താണോ അനുമതി നിഷേധിച്ചത് എന്ന കാര്യം ഇനി വിദേശകാര്യ മന്ത്രാലയമാണ് വ്യക്തമാക്കേണ്ടത്. അതാണ്. ഇതിൽ ഒരു കാര്യം കൂടി ശ്രീജിത്ത്, ഇപ്പോൾ ഇതിൽ ശുഭപ്രതീക്ഷയുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് ഇനി എങ്ങനെയാണ് കേന്ദ്രം അവരുടെ തീരുമാനം മാറ്റുമെന്ന് ഉള്ള പ്രതീക്ഷ, അതിനുള്ള സാഹചര്യമുണ്ടോ? എങ്ങനെയാണത്? അനുജ, ഒരിക്കൽ കൂടി വിദേശകാര്യ മന്ത്രാലയത്തെ യാത്രോദ്ദേശം വ്യക്തമാക്കി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അനുമതി നേടിയെടുക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന പൊളിറ്റിക്കൽ വിഭാഗവും ഒപ്പം തന്നെ ഡൽഹിയിലെ റെസിഡന്റ് കമ്മീഷണർ ഓഫീസുമൊക്കെ ശ്രമിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിവേചന അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. യാത്രാരേഖകളും യാത്രാ ഉദ്ദേശങ്ങളും മറ്റും പരിഗണിച്ചാണ് തീരുമാനമെടുക്കേണ്ടത്. പോകുന്ന രാജ്യത്തെ രാഷ്ട്രീയ ആഭ്യന്തര സ്ഥിതി അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് സാധാരണ തീരുമാനമെടുക്കാറുള്ളത്. ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സവിശേഷമായ പ്രശ്നം ഈ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഖത്തറിലെ ഈ ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒഴിച്ചാൽ കാര്യമായ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉള്ളതായി നമുക്കറിവില്ല. എങ്കിലും എന്താണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വിദേശകാര്യ മന്ത്രാലയത്തെ നയിച്ചത് എന്നാണ് ഇനി അറിയാനുള്ളത്. സർക്കാർ ശുഭപ്രതീക്ഷ എന്ന് പറയുമ്പോൾ വീണ്ടും ഈ യാത്രാനുമതി ലഭിക്കാനുള്ള സമ്മർദ്ദത്തിലാണ്. വിദേശത്തെ ഗൾഫ് രാജ്യങ്ങളിൽ CPM അനുകൂല സംഘടനകളടക്കം മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ സംഘാടക സമിതിയും സ്വാഗത സംഘവും ഒക്കെ രൂപീകരിച്ച് വലിയ തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു. അപ്പോൾ അത്രയും തയ്യാറെടുപ്പുകൾ മുന്നോട്ട് പോയ സാഹചര്യത്തിൽ യാത്ര റദ്ദാക്കുന്നത് ഗുണകരമല്ലാത്ത പ്രയാസകരമാകുമെന്ന് മനസ്സിലാക്കിയാണ് വീണ്ടും മുഖ്യമന്ത്രിയും സർക്കാരും സമ്മർദ്ദം ചെലുത്തുന്നത്. അതാണ് മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നിഷേധിച്ചിരിക്കുന്നു. എന്താണ് കാരണമെന്ന് ഇനിയും ചൂണ്ടിക്കാട്ടിയിട്ടില്ല. പക്ഷേ ശുഭപ്രതീക്ഷയുണ്ട് എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി അപേക്ഷ നൽകാം എന്നുള്ളതാകാം ഒരുപക്ഷെ സർക്കാർ കരുതുന്നത്. കാരണം എന്താണ് എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, എന്താണ് സന്ദർശന ഉദ്ദേശ്യം എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അപേക്ഷ നൽകുമ്പോൾ വീണ്ടും അതിൽ ഒരു പുനർവിചിന്തനം നടത്താം കേന്ദ്ര സർക്കാരിന് എന്നുള്ളതാകാം സർക്കാർ കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.